ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസൺ ആവേശകരമായി പുരോഗമിക്കവേ മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനം ആരാധകർക്ക് വലിയ നിരാശയാണ് സമ്മാനിക്കുന്നത്. ഇത്തവണ വിജയത്തോടെ തുടങ്ങിയ മുംബൈക്ക് പിന്നീട് അങ്ങോട്ട് കാലിടറുന്ന കാഴ്ചയാണ് കാണാനായത്. 5 മത്സരത്തിൽ നിന്ന് ഒരു ജയം മാത്രമുള്ള മുംബൈ നിലവിൽ 9ാം സ്ഥാനത്താണുള്ളത്. അവരുടെ സൂപ്പർ ബോളറും ഇന്ത്യൻ ടീമിന്റെ നെടുംതൂണുമായ ജസ്പ്രീത് ബുംറയുടെ മോശം ഫോമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 2026 IPL സീസണിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ഒരു വിക്കറ്റ് പോലും ഇതുവരെ നേടാനായിട്ടില്ല. പഞ്ചാബിനെതിരെയുള്ള അവസാന മത്സരം വരെ ഒരു വിക്കറ്റ് പോലും നേടാൻ സാധിക്കാതിരുന്ന ബുംറ 164 റൺസാണ് ഇതുവരെ വഴങ്ങിയത്. 8.63 എന്ന എക്കണോമി റേറ്റിലാണ് പന്തെറിയുന്നത്. ഈ സീസണിൽ മോശം ഫോം തുടരുന്ന ബുംറയുടെ പന്തുകൾക്ക് മൂർച്ച കുറഞ്ഞത് മുംബൈ ഇന്ത്യൻസിന്റെ പരാജയങ്ങൾക്ക് കാരണമാകുന്നുമുണ്ട്. KKRനെതിരായ ആദ്യ മത്സരത്തിൽ 35 റൺസ് വഴങ്ങിയ സൂപ്പർ ബോളർ ഡൽഹിക്കെതിരെ 21 റൺസും രാജസ്ഥാൻ റോയൽസിനെതിരെ 32 റൺസും RCBക്കെതിരെ 35 റൺസും പഞ്ചാബിനെതിരെ 41 റൺസുമാണ് വഴങ്ങിയത്. ഈ മത്സരങ്ങളിൽ നിന്നും ബുംറയ്ക്ക് വിക്കറ്റ് നേടാനായതുമില്ല. രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസ് മത്സരം ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പോരാട്ടമായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശിയും ലോക ക്രിക്കറ്റിലെ പേരുകേട്ട ബാറ്റർമാരുടെ പേടി സ്വപ്നവുമായ ജസ്പ്രീത് ബുംറയും നേർക്കുനേർ വരുന്ന മത്സരമായിരുന്നു ഇത്. എന്നാൽ നേരിട്ട ആദ്യ പന്തിൽ ലോങ് ഓണിന് മുകളിലൂടെ കൂറ്റൻ സിക്സർ പാർത്തിയാണ് സൂര്യവംശി ബുംറയെ വരവേറ്റത്. ഇതേ ഓവറിലെ 4ാം പന്തും വൈഭവ് സിക്സർ പറത്തി. ബുംറയുടെ മനോഹരമായ ഷോട്ട് ബോൾ ബാക്ക് ഫുട്ടിൽ പുൾ ഷോട്ടിലൂടെ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലേക്ക് പറത്തിയാണ് 2ാമത്തെ സിക്സ് നേടിയത്. 15കാരന്റെ ഈ പഞ്ഞിക്കിടൽ ബുംറയുടെ ആത്മവിശ്വാസം തകർത്തുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. എന്തുകൊണ്ടാണ് ബുംറയ്ക്ക് തുടർച്ചയായി പിഴയ്ക്കുന്നതെന്ന ചോദ്യം ശക്തവുമാണ്. പതിവിന് വിപരീതമായി സ്ലോ ബോളുകൾ എറിയുന്നതാണ് ബുംറയുടെ മോശം ഫോമിന് പിന്നിലെ കാരണമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് മുൻ താരം ഇർഫാൻ പഠാൻ പറയുന്നുണ്ട്. ബുംറ നേടുന്ന വിക്കറ്റുകൾ വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിൻ്റെ ഫോമിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലതാനും. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ശരാശരി വേഗത മണിക്കൂറിൽ 130 കിലോമീറ്ററാണ്. ഏകദേശം 44% സ്ലോ ബോളുകളാണ് അദ്ദേഹം എറിയുന്നത്. അതായത് എല്ലാ 2ാമത്തെ പന്തും വേഗത കുറഞ്ഞതാണെന്ന് പഠാൻ പറയുന്നു. ബുംറ വേഗതയുള്ള പന്തുകൾ എറിയുകയും വേഗത കുറഞ്ഞ പന്തുകളുടെ ശതമാനം കുറയ്ക്കുകയും ചെയ്താൽ പ്രശ്നം പരിഹരിക്കാനാകും. ബുംറയ്ക്ക് പ്രത്യേക പരിശീലനമൊന്നും ആവശ്യമില്ല. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് കണക്കുകൾ കാണിക്കുന്നുണ്ടെന്ന് ഇർഫാൻ പഠാൻ പറഞ്ഞു. ഇത്തവണ ബുംറ നിരവധി സ്ലോ ബോളുകളാണ് എറിയുന്നതെന്ന് അവതാരകനും കമന്റേറ്ററുമായ ആകാശ് ചോപ്രയും അഭിപ്രായപ്പെടുന്നുണ്ട്. ബുംറ എല്ലാ തവണത്തേക്കാളും കൂടുതൽ സ്ലോ ബോളുകളാണ് ഇത്തവണ പരീക്ഷിക്കുന്നത്. 50% പന്തുകളും സ്ലോ ബോളുകളാണ്. ജസ്പ്രീത് ബുംറയുടെ വിക്കറ്റ് നേടാനാകാത്ത ദീർഘമായൊരു സ്പെൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. ഇപ്പോൾ ബുംറയുടെ മറ്റൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ്. പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിനിടെ തൻ്റെ ഓവറിന് ശേഷം റണ്ണപ്പ് മാർക്കർ കയ്യിലെടുത്ത് വലിച്ചെറിയുന്ന ബുംറയുടെ ദൃശ്യം പുറത്തു വന്നു. റണ്ണപ്പ് മാർക്കർ വലിച്ചെറിഞ്ഞ ബുംറ ദേഷ്യത്തോടെ ഗ്രൗണ്ടിൽ ചവിട്ടുകയും ചെയ്യുന്നത് വൈറൽ വീഡിയോയിൽ വ്യക്തമാണ്. വിക്കറ്റ് നേടാൻ സാധിക്കാത്തതിൻ്റെ നിരാശയും റൺസ് വഴങ്ങേണ്ടി വന്നതിൻ്റെ നിരാശയും വ്യക്തമാക്കുന്നതായിരുന്നു ഈ ദൃശ്യങ്ങൾ. എന്നാൽ ഏതു നിമിഷവും ബുംറയ്ക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുവഴി മുംബൈക്ക് വിജയ വഴിയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യാം. 2-3 മത്സരങ്ങൾ കൊണ്ട് വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ ബുംറയ്ക്ക് ആദ്യ സ്ഥാനങ്ങളിലേക്ക് എത്താനുമാകും. അതിനാൽ സൂപ്പർ ബോളറുടെ മടങ്ങിവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ.